ബി.ജെ.പിയെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾക്കറിയാവുന്ന വസ്തുത, നിങ്ങൾ ആരും ഈ 20-ൽ നിന്ന് കുറച്ച് പറയാൻ തയ്യാറല്ലാത്തതുകൊണ്ട് നിങ്ങൾ പ്രതീക്ഷ വെക്കുന്ന 2 മണ്ഡലങ്ങൾ എന്ന് പറയുന്നത് തൃശ്ശൂരും തിരുവനന്തപുരവുമാണ്. വലിയ തോതിൽ നിങ്ങളുടെ പ്രധാനമന്ത്രി തന്നെ വന്ന് വലിയ തോതിൽ ക്യാമ്പയിൻ നടത്തുന്നുണ്ട്, വലിയ തോതിൽ പ്രചാരണം നടത്തുന്നുണ്ട്, നിങ്ങൾ വലിയ എഫേർട്ട് എടുക്കുന്നുണ്ട് ഈ 2 മണ്ഡലങ്ങൾ കേന്ദ്രീകരിച്ചെന്നുള്ളത്. ഈ 2 മണ്ഡലങ്ങളെ സംബന്ധിച്ച് ബി.ജെ.പിയുടെ പ്രതീക്ഷ എത്രത്തോളമാണ്? മാധു, ഞങ്ങൾ തെരഞ്ഞെടുപ്പിന് മുമ്പ് വലിയ അവകാശവാദങ്ങളൊന്നും ഉന്നയിക്കാറില്ല. ഇന്ത്യയിലെ രാഷ്ട്രീയ പാർട്ടികളുടെ സർവേകൾക്കും യാതൊരു അടിസ്ഥാനവുമില്ലെന്ന് ഇവിടെ ഈ സംസാരിക്കുന്ന 2 പേരുടെയും വാക്കുകൾ കേട്ടോ നിങ്ങൾക്ക് മനസ്സിലാവും. ഞാൻ നിങ്ങൾ ചോദിച്ചിടത്തേക്ക് വരാം മാധു. ഇപ്പം ഏറ്റവും അവസാനം 5 നിയമസഭാ തെരഞ്ഞെടുപ്പ് നടന്നു. എന്നെ എടുത്തിരിക്കുന്ന നൗഷാദ് അലിയുടെ വാദം എന്തായിരുന്നു? ഞങ്ങൾ മധ്യപ്രദേശ് തൂത്തുവാരും, ഞങ്ങൾ രാജസ്ഥാൻ പിടിച്ചടക്കും, ഞങ്ങൾ ഛത്തീസ്ഗഡിൽ തിരിച്ചു വരും, ഞങ്ങൾ എല്ലായിടത്തും ഞങ്ങൾ വരും. പക്ഷേ എണ്ണിയപ്പോഴെന്താ ഉണ്ടായത്? ഞങ്ങളതുവരെ വലിയ അവകാശവാദമൊന്നും ഉന്നയിച്ചിട്ടില്ല. എണ്ണിയപ്പോൾ കയ്യിലിരുന്ന ഒന്നും ഇല്ല എന്ന് മാത്രമല്ല, ആകെ ഒരു തീയിലേക്ക് ഒതുങ്ങിയിരിക്കുന്നു. ഇന്ത്യ രാജ്യത്ത് കഴിഞ്ഞ 10 വർഷത്തിനിടയിൽ നടന്ന തിരഞ്ഞെടുപ്പുകളെ ചരിത്രമൊക്കെ പരിശോധിക്കും. അതുകൊണ്ട് സ്വപ്നം കാണാനുള്ള, പാൽപ്പായസം തന്നെ മനസ്സിൽ കാണാനുള്ള സ്വാതന്ത്ര്യത്തെ, ഞാൻ നൗഷാദ് അലിയുടെ സ്വാതന്ത്ര്യത്തെ നിഷേധിക്കുന്നില്ല. അതിൽ എത്ര പഞ്ചസാര വേണമെങ്കിലും ചേർക്കാൻ ഇവർക്ക് സാധിക്കും. 2 മുൻ മുഖ്യമന്ത്രിമാരുടെ വീടകത്ത് പലപ്പോഴും ഇവരൊക്കെ വലിയ ആവേശത്തോടെ കൊണ്ടു നടന്നിരുന്നവർ അവരിപ്പോൾ ഒരു കാര്യം തുറന്നു പറഞ്ഞുകൊണ്ടിരിക്കുന്നു. കടുത്ത അവഗണനയും കടുത്ത നിരാശയുമാണ് ഞങ്ങൾക്കുണ്ടായിരിക്കുന്നത്. ഇനി എൻ്റെ ഇടതുപക്ഷ സുഹൃത്ത്, രാജ്യത്ത് നടക്കുന്ന എല്ലാം ഞങ്ങളാണ് ഇതിൻ്റെയൊക്കെ അജണ്ട നിശ്ചയിക്കുന്നത്. ഞാൻ എൻ്റെ സുഹൃത്തിൻ്റെ ശ്രദ്ധയിൽപ്പെടുത്തുന്നത്, ഇപ്പം നോക്കൂ സാർ, കർണാടകയിലെ തെരഞ്ഞെടുപ്പിനൊപ്പം, നമ്മുടെ ഉമ്മൻചാണ്ടിയുടെ തെരഞ്ഞെടുപ്പിനൊപ്പം, അവിടെ നടന്ന തെരഞ്ഞെടുപ്പിനൊപ്പം നിങ്ങളുടെ സീറ്റോ എണ്ണമോ ഒന്നും ഞാൻ അതിനെക്കുറിച്ച് പറയുന്നില്ല. ഞാൻ താങ്കളെ ഓർമ്മിപ്പിക്കുന്നത്, ത്രിപുരയിലെ ബോക്സ നഗറിൽ നിങ്ങൾ 2 കൂട്ടരും കൂടി ഒരുമിച്ച് ഒരു 66% ന്യൂനപക്ഷമുള്ള ഒരു മണ്ഡലത്തിൽ നിങ്ങൾ തെരഞ്ഞെടുപ്പ് നേരിട്ടു. താങ്കൾക്കറിയും അവിടെ കിട്ടിയ വോട്ട് എത്രയാണെന്ന്? തഫ്ജൽ ഹുസൈനെ നിർത്തിയ സീറ്റിൽ നോട്ടയുടെ പുറകിൽ നിങ്ങൾ പോയി 3909 ജയിച്ച സീറ്റ് 3909. ഇനി കർണാടകയിലേക്ക് വരാം. നോക്കൂ, നമ്മൾ അഭിമാനത്തോടെ പറയുന്ന കോലാർ ഗോൾഡ് ഫീൽഡ്, തൊഴിലാളികൾക്ക് പ്രാധാന്യമുള്ള കോലാർ ഗോൾഡ് ഫീൽഡ്, നിങ്ങൾക്ക് കിട്ടിയ സീറ്റ് എത്രയാണെന്നറിയോ? 1008. സിറ്റിംഗ് MLA അനിൽകുമാർ 19,621 വോട്ടിന് ജയിച്ചെടുത്ത് CPM-ന്റെ പെട്ടിയിൽ വീണത് 1008 വോട്ട്. തീർന്നിട്ടില്ല. ബാഗേപ്പള്ളിയിൽ നിങ്ങളുടെ സിറ്റിംഗ് MLA എത്ര വോട്ടാണ് തോറ്റത്? അപ്പം ഞാൻ പറയുന്നത്, സ്വപ്നം കാണാനുള്ള നിങ്ങളുടെ സ്വാതന്ത്ര്യമൊന്നും ഞാൻ തകർക്കുന്നില്ല എൻ്റെ അഡ്വക്കേറ്റ് അരുൺകുമാർ. പക്ഷേ യാഥാർത്ഥ്യത്തോടെടുക്കുമ്പോൾ ഇന്ത്യ ഭരിക്കാനല്ലല്ലോ നിങ്ങൾ മത്സരിക്കുന്നത്. ആണെങ്കിൽ ഇത്രയല്ല. നിങ്ങളുടെ ലക്ഷ്യം എത്രയാ? 4 സീറ്റ് കേരളത്തിൽ നിന്ന് ഒരു 11 ഒപ്പിച്ചാൽ ദേശീയ പാർട്ടി ആവാൻ കഴിയുമോ എന്നുള്ള നോട്ടമാണ് നിങ്ങൾക്കുള്ളത്. കോൺഗ്രസോ ഔദ്യോഗിക പ്രതിപക്ഷമാവാൻ സാധിക്കുമെന്നുള്ള നോട്ടമാണ് അവർക്കുള്ളത്. ഞാൻ അതിനൊന്നും കുറച്ച് കാണുന്നില്ല. എത്ര കുറിച്ച് പറയുമ്പോഴും ഒരു 4 സീറ്റ് നിങ്ങൾക്കും 40 സീറ്റ് അല്ലെങ്കിൽ ഒരു 50-55 സീറ്റ് കഴിഞ്ഞ് അതൊക്കെ നിങ്ങൾക്ക് ശ്രമിച്ചുകൊള്ളൂ, ഞാൻ എതിർക്കുന്നില്ല. പക്ഷേ യാഥാർത്ഥ്യം വെച്ച് നോക്കുമ്പോൾ കേരളത്തിലെ ജനങ്ങൾക്കറിയാം, നിങ്ങൾ മത്സരിക്കുന്നത് ഇന്ത്യൻ പ്രധാനമന്ത്രിയാവാനല്ല. നിങ്ങൾ മത്സരിക്കുന്നത് രാഹുൽ ഗാന്ധിയെ മത്സരിപ്പിച്ച് ജയിപ്പിച്ച് അദ്ദേഹത്തെ പ്രധാനമന്ത്രിയാക്കാനാണ്. രണ്ടാമത്തേത്, കേരളത്തിലെ ജനത ഒരു 5 മാസം മുമ്പ് കണ്ടതുപോലെയല്ല. ഞാനൊരു പെൻഷനറാണ്. ഒരുപക്ഷെ താങ്കൾക്ക് അത് ബാധിക്കുന്നുണ്ടാവില്ല. ആയിരക്കണക്കിന് സർക്കാർ ജീവനക്കാരെ ബാധിക്കുന്നുണ്ട്. സർ, ക്ഷാമഗഡുവിൻ്റെ ഏത് ഘട്ടമാണ് നമുക്ക് കൊടുക്കാൻ സാധിച്ചിരിക്കുന്നത്? KSRTCയുടെ ജീവനക്കാരൻ്റെ വീട്ടിൽ പോയിട്ട് വോട്ട് ചോദിക്കാൻ സാധിക്കുമോ നിങ്ങൾ? ഞാൻ താങ്കളെ ക്ഷണിക്കുന്നു, ഇപ്പോഴും കേരളത്തിലെ പബ്ലിക് ആളുകൾ മുഴുവൻ ആശ്രയിക്കുന്ന നമ്മുടെ നിത്യോപയോഗ സാധനങ്ങൾ വാങ്ങുന്ന കടയിലേക്ക്. സർ, ഫോട്ടോ എടുക്കാൻ കേരളത്തിൽ നിരോധനമുണ്ട്. ക്ഷേമ പെൻഷൻ ഇപ്പോൾ ഒന്നിച്ച് നിങ്ങൾ കൊടുക്കുമായിരിക്കാം. കേരളത്തിൻ്റെ ഖജനാവിലേക്ക് 10 നയാ പൈസ വീഴുന്നില്ല. നമ്മളിതൊക്കെ ഈ ഒരു ഇലക്ഷന് കളമൊരുങ്ങുന്ന കാലത്തെല്ലാം ചർച്ച ചെയ്യുന്നതാണ്, സാമ്പത്തിക പ്രതിസന്ധി മറ്റു കാര്യങ്ങളൊക്കെ. ഇന്ന് ഇതൊക്കെ പ്രചാരണ വിഷയമായി നമുക്കൊരു 10-40 ദിവസം പറയാനുമുണ്ടെന്നേ. ഇന്നൊരു ദിവസം ഇലക്ഷൻ പ്രഖ്യാപിക്കുമ്പോൾ സ്വാഭാവികമായും ഓരോ മണ്ഡലം കേന്ദ്രീകരിച്ചുള്ള ഡെവലപ്മെന്റ്സ്, വിഷയങ്ങൾ ഒക്കെ കേൾക്കാൻ ജനങ്ങൾക്കൊരു താല്പര്യമുണ്ടാവില്ലേ? അതുകൊണ്ടാണ് ഞാൻ നിങ്ങൾ 3 പേരോടും ആവർത്തിച്ച് വളരെ സൂക്ഷ്മമായ കാര്യങ്ങൾ ചോദിക്കുന്നത്. പക്ഷെ നിങ്ങൾക്ക് താല്പര്യം ഈ പറയുന്ന മുഴുവൻ കാടടച്ച് വെടിവെക്കലാണ് എന്നത് ഏറെക്കുറെ എനിക്ക് ബോധ്യമുണ്ട്. എന്നാലും ഞാൻ ഒരിക്കൽ കൂടി അങ്ങേ വീണ്ടും ആ ചോദ്യത്തിലേക്ക് ക്ഷണിക്കുകയാണ്. ഈ 2 മണ്ഡലങ്ങൾ, തൃശ്ശൂരും തിരുവനന്തപുരവും. മാധു, അതിന്റെ നിരീക്ഷണം നിങ്ങൾക്ക് എങ്ങനെയാ തരുന്നത് എനിക്കറിയില്ല. ഇന്നലെ പ്രധാനമന്ത്രി പോയത് തൃശ്ശൂരല്ല, തിരുവനന്തപുരത്തല്ല, പത്തനംതിട്ടയിലാണ് പോയത്. മണ്ഡലമാണ്. മറ്റൊരു മന്ത്രി മത്സരിക്കുന്നത് ഞാനൊരു വിജയ സാധ്യത വെച്ചുകൊണ്ട്, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ വോട്ട് വന്ന് പെട്ടിയിൽ വീഴുന്ന സ്ഥലം എന്നത് അറിഞ്ഞുകൊണ്ടൊക്കെയാണ് ഇത് പറയുന്നത്. ഇത് ഞാൻ എന്തുകൊണ്ടാണ് ഈ 2 മണ്ഡലങ്ങൾ ഊന്നുന്നത് എന്ന് ഈ പാനലിൽ ഏറ്റവും നന്നായിട്ട് അറിയുന്ന ജയേന്ദ്ര മാസ്റ്റർക്കാണ്. അല്ല മാധു,
കേരളത്തിലെ മാതൃഭൂമി ഉൾപ്പെടെയുള്ള ചാനലുകൾ കഴിഞ്ഞ തെരഞ്ഞെടുപ്പുകളിലൊക്കെ നമ്മൾ പ്രവചിച്ചിരുന്നത് എവിടെ എത്തി? നിങ്ങളുടെ വിശകലനമല്ല ഈ രാജ്യത്തെ ജനങ്ങളുടെ മനസ്സിലൂടെ അവരെ ഉരുത്തിരിഞ്ഞു കൊണ്ടുവരുന്നത് എന്ന് അത് നിഷേധിക്കാൻ സാധിക്കുമോ? രാഹുൽ ഗാന്ധി പ്രധാനമന്ത്രിയാകുമെന്ന വിശ്വാസത്തോടെ ആയിരുന്നില്ലേ നമ്മൾ കേരളത്തിൽ പലപ്പോഴും ഈ വോട്ടിംഗ് പെർസെന്റ് അങ്ങനെ വിചാരിച്ചിട്ടുണ്ടോ? ഇന്ന് കേരളത്തിലെ നമ്മൾ എന്താണ് ഉദ്ദേശിച്ചത്? അല്ലല്ല, അതിനൊരു പ്രശ്നമുണ്ട് ശ്രീ ജയേന്ദ്ര മാസ്റ്റർ. അതായത് അങ്ങനെയാണെങ്കിൽ നിയമത്ത് ഒരു പക്ഷേ വീണ്ടും ജയിച്ചേക്കും BJP എന്ന് ചിലരൊക്കെ പറഞ്ഞല്ലോ, നടന്നില്ലല്ലോ. ഈ പറയുന്ന ഈ ഇലക്ഷനുമായി ബന്ധപ്പെട്ട് തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടൊക്കെ ഉണ്ടാകുന്ന ചർച്ചകൾ, വിശകലനങ്ങൾ എന്നൊക്കെ പറഞ്ഞ രാഷ്ട്രീയ കൗതുകത്തിന്റെ പേരിലുണ്ടാകുന്നതാണ്. 100% പിന്നെ നമുക്ക് തെരഞ്ഞെടുപ്പ് നടത്തേണ്ട കാര്യമില്ലല്ലോ, നമുക്ക് മാധ്യമങ്ങളിൽ ഇരുന്ന് പ്രഖ്യാപിച്ചാൽ പോരെ? അത് തന്നെയാണ് മാധു ഞാൻ പറയുന്നത്. എന്താണോ ത്രിപുരയിൽ സംഭവിച്ചത്, എന്താണോ ബംഗാളിൽ സംഭവിച്ചത്, എന്താണോ UP യിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്, ഇന്നലത്തെ നിന്നും കേരളത്തിലെ രാഷ്ട്രീയ ചിത്രം ആകപ്പാടെ മാറി മറിയുകയാണ്. താങ്കൾ തന്നെ പറഞ്ഞു, പുഷ്പന്റെ അനിയൻ, ദേശാഭിമാനിയിലെ കാർട്ടൂൺ വരയ്ക്കുന്നവൻ, AKജിയുടെ കുടുംബത്തിൽപ്പെടുന്നവൻ, ആന്റണിയുടെയും കരുണാകരന്റെയും വീടുകളിൽ നിന്ന് ഒരു സ്ഫോടനം BJPക്ക് അനുകൂലമായി ഉണ്ടാകും കേരളത്തിൽ. ഇതൊരു സാമ്പിൾ അല്ലേ മാധു? കേരളത്തിലെ ജനത എങ്ങനെ ചിന്തിക്കുന്നു എന്നതിനും കേരളം നടക്കുന്ന രാഷ്ട്രീയ അടിയൊഴുക്കുകളുടെ ഒരു സൂണ്ട് വരികയല്ലേ ഇത്? ദൈനംദിന ജീവിതത്തിൽ ജീവിത പ്രയാസങ്ങൾ എന്നതാണ് 3 പേരുടെ